ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കസിൻസിൻ്റെ മാരേജ് അടുത്ത് വരികയാണ്. അപ്പോൾ ഇന്ന് അവരുടെ ഗ്രൂം ടു ബി പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്കൊക്കെ ഇട്ടിട്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഫുൾ ഗേൾസ് പ്രോഗ്രാം മാത്രമേ ഇതുവരെ പങ്കെടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനൊരു ബോയ്സിൻ്റെ പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, രസമാണല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കല്യാണ ചെറുക്കൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കല്യാണ ചെറുക്കൻ. കല്യാണം കഴിഞ്ഞാൽ അത്ര തന്നെ എന്നാലും നമുക്ക് പൊലിവുണ്ട് കേട്ടോ. അതെന്താ എന്താ ചങ്ങായി പൊലിവ്? എന്താ പൈസ ഉണ്ടാവും? പൈസ കിട്ടുന്ന പൊലിവ് ഉണ്ടാവും. ചില മുഖത്തല്ല സന്തോഷം ഉണ്ടല്ലോ. താങ്ക് യു. നാളെ ഇനിയിപ്പോ ഇതൊരു ഹസ്ബൻഡ് ആവുകയാണ്. ഹസ്ബൻഡ് അല്ല, ഒരു ശ്രമം നടത്തണുള്ളൂ. കാര്യം ഉഷാറാവട്ടെ. ഉഷാറാവട്ടെ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അവരുടെ വീട്. അവിടെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ബ്ലാക്കൊക്കെ ഇട്ടിട്ട് അതിന്റെ പ്രശ്നം ഫോട്ടോ അടുത്തതായി മക്കൾ വായിക്കുന്നത് കുറച്ചും കൂടി അങ്ങനെ കാട്ടാൻ പറ്റില്ല. എന്താ കാര്യം കാട്ടിയാൽ കളിക്കണ്ട തിന്നണ്ട മാത്രം മതി. കുടിക്കാനുള്ള കാര്യം പിന്നെ ചെങ്ങായി ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നാണ് കേട്ടോ ജൂലൈ 16. അപ്പോൾ അതിലൊരാളുടെ മാരേജാണ്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. ഒരു ക്യൂട്ട് ബേബി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, വ്ളോഗൊക്കെ എടുക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ പെണ്ണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഓഡിറ്റോറിയം. അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. ഞാൻ മുന്നേ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവരെ നിക്കാഹൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല റഷാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ച് ഒരു ഭാഗത്ത് സമാധാനത്തോടെ ഇരിക്കാമല്ലോ. പിന്നെ എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ സിസ്റ്ററാണ് കേട്ടോ.
നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പാനൊന്നും കണ്ടിട്ടേ ഇല്ല, കാരണം എല്ലാവരും പലയിടത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഫുള്ള് ഓൺവേഴ്സ് തന്നെ ആയിരിക്കും, കാരണം പാട്ടും ഡാൻസൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഹായ്, ഞാൻ വീണ്ടും വന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ജിമ്മിലാണ് കേട്ടോ. അപ്പോൾ ജിമ്മിലുള്ള ഒരു കുട്ടിനെ കൊണ്ടാണ് ഞാൻ മെഹന്തി ഇടുന്നത്. എനിക്ക് അത്യാവശ്യം മെഹന്തി ഇടാനൊക്കെ അറിയാം, പക്ഷേ എനിക്ക് നല്ല മടിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരെക്കൊണ്ടെങ്കിലൊക്കെ ഇടിപ്പിക്കും. ഇപ്പോൾ ഈടായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഹലോ. അപ്പോൾ ഇന്നായിട്ട് നമ്മുടെ മെയിൻ റിസപ്ഷൻ പ്രോഗ്രാം വരുന്നത് നമ്മുടെ 2 ചണക്കുട്ടന്മാരുടെ റിസപ്ഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതായിട്ട് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവും. ചിക്കുക്കുട്ടീൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് നോക്ക്. ഞങ്ങൾ ഏകദേശം സെയിം ആണ് കേട്ടോ ഗൈസ്. കണ്ടോ, ഫയർ ലെവൽ ഓഫ് തീർന്നിട്ട് തന്നെ ഇല്ല. പിന്നെ എന്തൊക്കെ ഐലൈനർക്ക് എന്തിനാ സെറ്റപ്പായിട്ടാട്ടോ പോലെ. നമ്മളങ്ങനെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേജൊന്നും പോയി നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം സ്റ്റേജ് എങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ് വരുന്നത്. നൈസ് സ്റ്റേജ്. നിങ്ങളിപ്പോൾ എന്നെ ഈ ഔട്ട്ഫിറ്റിൽ 2ാമത്തെ പ്രാവശ്യമായിരിക്കും കേട്ടോ ഫുഡ് കഴിക്കുന്നത് കാണുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് റിസപ്ഷൻ പ്രോഗ്രാമിലാണല്ലോ. 4 മണിക്കാണ് നമ്മുടെ റിസപ്ഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ബ്രദർ കല്യാണം കഴിക്കുന്നത് എൻ്റെ ഫാമിലിയിലുള്ള ഒരു സിസ്റ്ററിനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ ആയിരുന്നു രാവിലെ കല്യാണ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു വട്ടം ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം ഇപ്പോൾ നമ്മളിവിടെ റിസപ്ഷനിൽ വന്നിട്ട് 4 മണിക്ക് ഫുഡ് അടുത്തത് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇവളിപ്പോൾ എന്താ 2 പ്രാവശ്യം ഫുഡൊക്കെ കഴിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഡേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇതാ നമുക്ക് വേണ്ടി വെറൈറ്റി ടീ ആട്ടോ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ബ്ലൂ ടീ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ടപ്പോൾ സെയിം ചിക്കുവിനും ആ ഒരു ഫ്ലേവർ മതി പറഞ്ഞിട്ട് ചിക്കും സെയിം തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ അവിടെയൊക്കെ. കാരണം നമ്മുടെ ചെക്കനും പെണ്ണിനും ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം.
അങ്ങനെ അവസാന നിമിഷം വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനാവുന്ന ടൈമിലാണെങ്കിൽ പോലും എൻ്റെ ഉമ്മാനെ കണ്ടുപിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഉമ്മ ഫുള്ള് ബിസി. ഉമ്മക്ക് ഉമ്മാൻ്റെ ചങ്ങായിമാരൊക്കെ കണ്ടപ്പോൾ ഫുൾ അവരെ കൂടെ തന്നെ ആയിരുന്നു ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.